കോണ്ടന്റ് ക്രിയേഷൻ പാർട്ട് 2. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുക, നല്ല പുതിയൊരു അക്കൗണ്ട് എടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാവരെയും ബ്ലോക്ക് ചെയ്യുക. അതിനുശേഷം കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ ഉള്ള ഒരു ഫോൺ മതി കേട്ടോ. അല്ലാണ്ട് കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് ഐഫോൺ ഇല്ല അതുകൊണ്ട് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നില്ല, എന്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവ്, അങ്ങനെ ഒന്ന് വിചാരിച്ച് തുടങ്ങാതിരിക്കുന്നെങ്കിൽ അതൊക്കെ വെറും മണ്ടത്തരമാണ് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ക്യാമറ ഒരു കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങളുടെ ഒരു വീഡിയോ എടുക്കുക നിങ്ങളുടെ ഫോണിൽ. ഒന്നുകിൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതോ, നിങ്ങളെ ബ്ലോഗോ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതോ എന്തെങ്കിലും, നിങ്ങൾ ഫസ്റ്റ് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നിങ്ങളൊരു വീഡിയോ എടുക്കുക. എൻ്റെ അറിവിൽ ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. അറിയുന്നവര് വേണമെന്നുള്ളവർ മാത്രം അത് എടുത്താൽ മതി കേട്ടോ. എനിക്ക് വലിയ വീഡിയോ എടുത്തും ഒന്നും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. ഒരു ഫോട്ടോ പോലും, ഒരു പാട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കുറച്ചെങ്കിലും വീഡിയോ ചെയ്തു ഇട്ടു. ഒരു 300-350 വീഡിയോ എങ്കിലും ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത ആ ഒരു അറിവിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു വീഡിയോ എടുക്കുക. ഞാൻ ഇൻഷോട്ടിലാണ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. ക്യാപ് കട്ട് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാം. ക്യാപ് കട്ടിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര അപാരമായിട്ടുള്ള എഡിറ്റിംഗ് സ്കില്ലൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവര് നമുക്ക് ഈ ജീവിതകാലത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമുക്ക് പറ്റുന്നതിന് ആദ്യം കുറച്ച് തുടങ്ങുക. പിന്നെ നിങ്ങൾ പഠിക്കുക. ക്യാപ് കട്ടിലോ എല്ലാത്തിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു വീഡിയോ എടുക്കുക. അത് ഇൻഷോട്ടിൽ നിങ്ങൾ റഫായിട്ട് ഒരു വീഡിയോ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. വേറെ ഒരു കാര്യമില്ല. ഒരു ഫോട്ടോ പോലും എഡിറ്റ് ചെയ്ത് ഇടാൻ അറിയാത്ത ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നതും ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കുന്നതും എല്ലാം ഞാനാണ്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ഒരു അരമണിക്കൂർ മതി അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, എല്ലാവർക്കും പറ്റും. അപ്പോൾ വീഡിയോ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മടി. ബാക്കി നമുക്ക് ചുറ്റിനും ഒരുപാട് പേരുണ്ട് നമ്മളെ അറിയാത്ത, അവർ ഒരുപാട് സപ്പോർട്ട് തരും നമുക്ക്. അപ്പൊ അതിലൊന്നും പേടിക്കേണ്ട, നമ്മൾ നന്നായിട്ട് അവർ സപ്പോർട്ട് ചെയ്തോളും. നിങ്ങൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് ഇടാൻ കാണിക്കുന്ന ഒരു മനസ്സ് അത് കാണിച്ചാൽ മതി, ബാക്കിയൊക്കെ പുറകെ വന്നോളും. അപ്പോൾ എല്ലാവരും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇൻഷോട്ടിൽ ഫസ്റ്റ് എഡിറ്റിംഗ് ഒന്നും അറിയാത്തവർ ആദ്യം ഇൻഷോട്ടിൽ ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുക. റഫായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഒന്ന് സോങ് ഇട്ട് നോക്കുക, അല്ലെങ്കിൽ സ്വന്തം വോയിസിൽ പറഞ്ഞാലും മതി. ഇപ്പോൾ പാട്ട് തന്നെ ഇട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നില്ല, നമ്മുടെ ഓൺ വോയിസിൽ നമുക്ക് പറഞ്ഞ വീഡിയോ ചെയ്യാൻ പറ്റും. നമുക്കറിയുന്ന എന്ത് കാര്യം, കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും, അതുപോലെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഫുള്ള് നമുക്ക് വീഡിയോയിൽ നമുക്ക് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യത്തെ 1-2 ദിവസത്തെ മടിയേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് പുറകെ ചെയ്യാൻ പറ്റും. നമ്മളെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും മാത്രമേ മടിയുള്ളൂ കേട്ടോ. നമ്മളെ അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിനും. അവരൊക്കെ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തോളും. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാണും. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ മടിയായിട്ടിരിക്കുന്നവർ ഇന്ന് എന്നെ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ഞാനും ഇപ്പോൾ 0 തുടങ്ങുകയാണ്. എനിക്കും 0 ഫോളോവേഴ്സ് ആണ്, എനിക്കൊന്നുമില്ല. ഞാനും ആദ്യമായിട്ട് തുടങ്ങുവാണ്. എൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പക്ഷേ സപ്പോർട്ട് കുറവുകൊണ്ടായിരിക്കാം എൻ്റെ വീഡിയോക്ക് റീച്ച് കിട്ടാത്തതും, ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോ വേറെ ഉള്ളതിൽ പുഷ് ചെയ്തേക്കത്തതൊക്കെ. എന്തോ എനിക്കറിയില്ല, ഇനി എൻ്റെ കോണ്ടന്റ് കൊള്ളാത്തതാണോ എന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. 0 ഫോളോവേഴ്സ് ആണ്. നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അപ്പോൾ എല്ലാവരും തുടങ്ങിക്കോളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.